ഇന്നലെയാണ് വിശദീകരണം പോലും ചോദിക്കാതെ ബിനു പുളിക്കകണ്ടത്തെ CPM-ൽ നിന്ന് പുറത്താക്കിയത്. ജോസ് കെ മാണിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയതാണ് നടപടിക്ക് കാരണം. തന്നെ പുറത്താക്കിയതിൽ പാലായിലെ CPM പ്രവർത്തകർക്ക് കടുത്ത അമർഷമുണ്ടെന്നും ജോസ് കെ മാണിയുടെ വൈകല്യ രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും ബിനു വ്യക്തമാക്കി. രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത CPM-ന് ഉണ്ടായി. അത് സ്വാഭാവികമാണ്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് മുന്നണിയും ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം മുന്നണി വിട്ടു പോകാതിരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതായിരിക്കാം. അതേസമയം വിഷയത്തിൽ കേരള കോൺഗ്രസോ ജോസ് കെ മാണിയോ ഒരു സമ്മർദ്ദവും നടത്തിയിട്ടില്ല എന്നതാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ഇടതുപക്ഷ മുന്നണിക്ക് വിരുദ്ധമായി നിലപാടെടുത്ത അല്ലെങ്കിൽ മീഡിയ വർത്തമാനം പറഞ്ഞ അവരുടെ ബ്രാഞ്ച് ഭാരവാഹിയായ ബിനുവിനെ എതിരെ നടപടി എടുക്കുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി ലെറ്റർ പാർട്ടിലും കണ്ടത്. അപ്പോൾ അതിന് കേരള കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാലാ നഗരത്തിന്റെ പലയിടങ്ങളിലും ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് രാവിലെയോടെ പ്രത്യക്ഷപ്പെട്ടു. നഗരസഭയുടെ മുന്നിൽ സ്ഥാപിച്ച ബോർഡ് LDF കൗൺസിലർമാർ ചേർന്ന് നശിപ്പിച്ചു. വിവിധ പാർട്ടികൾക്കൊപ്പം ചേർന്നും സ്വതന്ത്രനായി മത്സരിച്ച് പാലാ നഗരസഭയിലേക്ക് ജയിച്ചു കയറിയ ചരിത്രം ബിനു പുളിക്കകണ്ടത്തിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബിനുവിന്റെ രാഷ്ട്രീയ നീക്കം എന്നതാണ് ഇനി അറിയേണ്ടത്. പാലായിൽ നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്.